ഇന്നത്തെ വിഷയം എന്താണ് ജിഹാദ്. നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ജിഹാദിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പുതിയ പുതിയ ജിഹാദുകൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ജിഹാദുകളാണ് ഒന്ന് ലവ് ജിഹാദ്, മറ്റൊന്ന് ഇപ്പോൾ പുതുതായിട്ടൊരെണ്ണം റിലീസായിട്ടുണ്ട് ആൽ ജിഹാദ്. അത് ആൽ ജിഹാദ് എന്ന് വെച്ചാൽ ആൽമരങ്ങളൊക്കെ ഉണങ്ങിപ്പോകുന്നത് മുസ്ലിങ്ങളുടെ എന്തോ ജിഹാദ് കാരണമായിട്ടാണെന്നൊക്കെയുള്ള പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ജിഹാദുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും കുറേ ജിഹാദുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ എന്താണ് ജിഹാദ് എന്ന് അറിയാത്തവർക്ക് ഒന്ന് ഉണർത്തിക്കാൻ വേണ്ടിയാണ് ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥവും അത് എന്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ജിഹാദ് എന്ന അറബി ഭാഷയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രമം ചെയ്യുക അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള പരിശ്രമിക്കുക എന്നൊക്കെയാണ് ഇതിന് അർത്ഥം പറയുന്നത്. യഥാർത്ഥമായ ഒരു ജിഹാദ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം പറയുന്നത് പുറത്തുള്ളവരോട് ഏറ്റുമുട്ടുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നൊന്നുമല്ല, സ്വന്തം ഉള്ളിലെ ദോഷങ്ങളോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. സ്വന്തം ഉള്ളിലെ വിചാരങ്ങളോടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ജീവിക്കുന്ന ജീവിതത്തെ ജിഹാദ് എന്ന് പറയും. അതിനെ നമുക്ക് വലിയ ജിഹാദ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇനി നഫ്സിനെതിരായിട്ടുള്ള പോരാട്ടം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ചെറിയ ജിഹാദിൽ നിന്ന് തിരിച്ചു വരുന്നു, വലിയ ജിഹാദ് ഇപ്പോഴാണ് തുടങ്ങുന്നത്. അതായത് സ്വന്തം നഫ്സിനോടുള്ള പോരാട്ടമാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഒന്ന് എല്ലാവരും കരുതും പോലെ സ്വന്തം ആത്മാവിനോടുള്ള ഒരു യുദ്ധമാണ് ജിഹാദ്. അല്ലാതെ ലാസ്റ്റ് നമ്മൾ ഈ ഇടയ്ക്ക് ഞാനൊരു കാർട്ടൂൺ കണ്ടു, അതിനകത്ത് അവസാനത്തെ ജിഹാദി എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ പടം വരച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഞാൻ ട്രോളായിട്ട് തന്നെ കണ്ടുകൊണ്ടായിരിക്കും ഞാൻ ഒരുപാട് ചിരിച്ചൊരു ട്രോളാണത്. കാരണം ഒരു താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, മീശയൊന്നുമില്ല, താടിയൊക്കെ വെച്ചിട്ടുള്ള മനുഷ്യൻ ലാസ്റ്റ് ഈ ലോകത്താരെയും കൊല്ലാനില്ലാത്തൊരു സ്വന്തമായിട്ട് കാലിലൊരു വാൾ വെച്ച് കയ്യിലൊരു വാൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് വാൾ പയറ്റി നടത്തുന്ന ഒരു ചിത്രമാണ്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആത്മാവിനോടുള്ള യുദ്ധം. നമ്മുടെ മോഹങ്ങൾ നമ്മളെ പല വഴിക്കായിട്ട് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്ന സ്വന്തം ആത്മാവിനോട് നാം ചെയ്യുന്ന യുദ്ധത്തെയാണ് വലിയ ജിഹാദ് എന്ന് പഠിപ്പിക്കുന്നത്. ഇനി ചെറിയ ജിഹാദ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അത് പ്രതിരോധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ പ്രതിരോധിക്കുക എന്നതാണ് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ല ആക്രമിക്കുക എന്നുകൊണ്ട് ജിഹാദ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഇസ്ലാമിൽ യുദ്ധം അനുവദിക്കുന്നത് ആക്രമിക്കപ്പെട്ടാൽ മാത്രമാണ്, അല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ ഇസ്ലാം പറയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഖുർആൻ 2:190 നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് മാത്രം യുദ്ധം ചെയ്യുക, അതിക്രമം നടത്തരുത്. അതിനാൽ ആർക്കെങ്കിലും ആക്രമണം നടത്താനും നിരപരാധികളെ കൊലപ്പെടുത്താനും ഇസ്ലാം ഒരിക്കലും അനുവാദം നൽകിയിട്ടില്ല. ഇനി സമാധാനത്തിനാണ് മുൻഗണന എന്ന് ഖുർആൻ പറയുന്നു. അതായത് ഖുർആൻ 8:61 ശത്രു സമാധാനത്തിന് തയ്യാറാവുകയാണെങ്കിൽ നീ അത് സ്വീകരിക്കേണ്ടതാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതായത് ഇസ്ലാമിൽ സമാധാനത്തിനാണ് മുൻതൂക്കം എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ജിഹാദ് ഒരു ഭീകരതയാണോ? അത് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ചിലർ ഈ വാക്ക് തെറ്റായിട്ട് ഉപയോഗിക്കുന്നതിനാൽ ലോകത്തുള്ള ജനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ മീഡിയകളെല്ലാം ജിഹാദ് എന്നത് ഭീകരതയാണ് എന്ന് കരുതുന്നുണ്ട്. പക്ഷേ ഖുർആനും ഹദീസും പഠിച്ചാൽ മനസ്സിലാവും ജിഹാദ് എന്നത് നന്മയ്ക്കായിട്ടുള്ള ഒരു പരിശ്രമമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ജിഹാദ് എന്ന് പറഞ്ഞാൽ ബോംബോ തോക്കോ അല്ല. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പോരാട്ടം സ്വന്തം പാപങ്ങളോട് നടത്തുന്ന ഒരു പോരാട്ടമാണ് ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സ്വന്തം ആത്മാവിനോട് ഉള്ള പോരാട്ടത്തെ നമുക്ക് ജിഹാദ് എന്ന് മനസ്സിലാക്കാം. സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം മനസ്സിൻ്റെ ദൗർബല്യങ്ങളെ അടക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ജിഹാദിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു സ്വാത്വികനായ മനുഷ്യന് ജിഹാദി എന്നാണ് പേര്. ഒരു വിപ്ലവകാരി ഒരു ചെറിയ ജിഹാദി ആകുമ്പോൾ സ്വന്തം ആത്മാവിനോട് യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വലിയ ജിഹാദ് ചെയ്യുന്ന വ്യക്തി. ആകയാൽ ജിഹാദി എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥത്തെ മനസ്സിലാക്കുക. പുതിയ പുതിയ ജിഹാദുകളെല്ലാം വീണ്ടും അറിവില്ലായ്മയിൽ നിന്ന് ഉടലെടുത്തുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട്, വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ആൽമരങ്ങൾ ഉണങ്ങിപ്പോകുന്നതിന് വരെ ജിഹാദുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള പുതിയ പുതിയ ജിഹാദുകളെല്ലാം നമ്മെ തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കണ്ടൊരു വാർത്തയാണ് ആൽമര ജിഹാദ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങളിലേക്കൊക്കെ ആ ആൽമര ജിഹാദിൻ്റെ പോസ്റ്ററുകളൊക്കെ എത്തിക്കാണും. ഏതോ BJP MP എങ്ങാണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് ശരിയായ കാര്യത്തെ എത്തിക്കുക എന്നത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ആരെയും അപകീർത്തിപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ഒന്നുമല്ല, തെറ്റിദ്ധാരണകളെ മാറ്റുക എന്നത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് യാതൊരു മതത്തിന് മുൻതൂക്കമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത പിന്നിലോ എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. നമ്മൾ ഇതിലൂടെ ജനങ്ങളിലേക്ക് സത്യസന്ധമായി അറിയിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഇവിടെ നമുക്ക് എല്ലാ മതങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ എല്ലാ തെറ്റായ ചിന്താഗതികളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിലേക്ക് വസ്തുതകൾ മനസ്സിലാക്കി അന്വേഷണം നടത്തി നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ആരെയും യാതൊരു മതത്തിലേക്കും നമ്മൾ ക്ഷണിക്കുകയോ
അല്ലെങ്കിൽ ആ മതത്തിൻ്റെ വക്താവായിക്കൊണ്ട് ചാനൽ തുടങ്ങുകയോ ചെയ്യുന്നതല്ല. വെറും അന്വേഷണം മാത്രമാണ്. ആ അന്വേഷണത്തിൽ പലപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ തന്നെയാണ് പ്രഥമമായിട്ടുള്ള കാരണമായിട്ട് എടുക്കാറുള്ളതും ആ കമൻറ്റുകളിലൂടെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുകയും പുതിയ വീഡിയോയ്ക്ക് അത് കാരണമായി തീരുകയുമാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക. നന്ദി.